ഞങ്ങളൊരു വലിയ വോട്ട് ചോർച്ച ഒരിക്കലും ഞങ്ങൾ സഖാക്കളും അതുപോലെ തന്നെ മറ്റുള്ള നിഷ്പക്ഷമതികളും എല്ലാവരും ഞങ്ങൾക്ക് ഇപ്രാവശ്യം UDF-ന് വോട്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മങ്കട മണ്ഡലത്തിൽ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലിയോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. LDF-ന്റെ നേതാക്കളും അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ എതിരാളിയായ സ്ഥാനാർത്ഥിയും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. SDP അവരെ പിന്തുണയ്ക്കും, ചില ആളുകൾ പിന്തുണയ്ക്കും. മുസ്ലിം ലീഗിലെ തന്നെ ചില ആളുകളുടെ വോട്ടുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. LDF-ന്റെ എല്ലാ വോട്ടുകളും സമാഹരിക്കും. അപ്പോൾ ഏകദേശം 7000-ന്റെ മുകളിൽ വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കും. വീണ്ടും പിണറായി സർക്കാർ വരുമെന്ന് നേതാക്കൾ പറഞ്ഞു. അതിനോടൊപ്പം മങ്കടയിൽ നിന്നും LDF-ന്റെ ഒരു MLA ഉണ്ടാവുമെന്നും പറയുന്നു. അപ്പോൾ നേരത്തെ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഇപ്പോൾ പ്രചരണത്തിന്റെ ആദ്യഘട്ടം അങ്ങ് തീർന്നു വരുന്നുള്ളൂ അല്ലേ? അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ആത്മവിശ്വാസമാണ്. ഇനി താങ്കളുടെ ആത്മവിശ്വാസം കൂടി എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല. താങ്കളുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞോളൂ. അല്ല, എന്റെ ആത്മവിശ്വാസത്തിൽ ഒരു കുറവുമില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾക്കറിയാം ഞങ്ങളുടെ വ്യത്യാസങ്ങൾ, LDF UDF തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് വല്ലാത്ത രീതിയിൽ ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും. സഖാക്കളും അതുപോലെ തന്നെ മറ്റുള്ള നിഷ്പക്ഷമതികളും എല്ലാവരും ഞങ്ങൾക്ക് ഇപ്രാവശ്യം UDF-ന് വോട്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ അതിൽ ഒരിക്കലും ഞങ്ങൾക്കൊരു മോശമായിട്ടുള്ളൊരു ഇത് വരാൻ ഒരു കാരണവശാലും വഴിയില്ല. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷ. ഇവിടെ SDP-യുടെ വോട്ട്, അതായത് പ്രധാനപ്പെട്ട ചില ആളുകൾ പറഞ്ഞത് SDP-ക്ക് കുറച്ച് വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ ഒന്നിച്ച് സമാഹരിച്ച് അവർ ഇടതുപക്ഷത്തിനാണ് നൽകുന്ന എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ UDF-നെ ഒന്ന് ആശങ്കപ്പെടുത്താമെന്ന് പറയുകയാണ്. അതിന് വല്ല വാസമുണ്ടോ? ഒരു ആശങ്കപ്പെടുത്താണ്ട് ഇവിടെ നിഷ്പക്ഷമതികളായ ധാരാളം ആൾക്കാരുണ്ട്. അവരാണ് ഈ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് ജയിക്കുക ആരാണ് തോൽക്കുക എന്നുള്ളത്. ഈ ആൾക്കാർ മുഴുവനും ഞങ്ങളുടെ കൂടെയാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു കൊടുക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ അത്ര മനോഹരമായി ജനങ്ങളുമായി ഒത്തുനിന്നുകൊണ്ടുള്ളതാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം നൽകുന്ന പദ്ധതികൾ പലതും MLA നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എനിക്ക് ഇത് വളരെ സന്തോഷമുണ്ട്. വലിയ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ. ഇപ്പൊ നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി കുന്നോത്ത് മുഹമ്മദ് പറഞ്ഞത് മുസ്ലിം ലീഗിലെ അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ മുസ്ലിം ലീഗിലെ ചില ആളുകളൊക്കെ പറഞ്ഞത് CPM-ന്റെ വോട്ടുകൾ ഇത്തവണ UDF-ന് കിട്ടും എന്നും പറയുന്നു. ഇപ്പോ ഇതില് അദ്ദേഹം അങ്ങനെ പറയുന്നു. ഇനി താങ്കളുടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. മുസ്ലിം ലീഗിൽ നിന്ന് ഒരാൾ രാജിവെച്ച് പോയി, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെ പുറത്താക്കി അദ്ദേഹം ലീഗിനെതിരെ വല്ല പ്രവർത്തിക്കും തുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, ബാക്കി ഇവിടെയുള്ള ലീഗുകാരെല്ലാവരും വളരെ ഡബിൾ സ്ട്രോങ്ങോട് കൂടിയായിരിക്കും പ്രവർത്തിക്കുക. ഒരാൾ അവരെ കൂടെ ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, മനസാക്ഷി വോട്ട് എങ്ങനെ ചുവന്ന കൊടി പൊതിച്ച് അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രമായി മത്സരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ഇത് കിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലാതെ ഞങ്ങളൊരു വലിയ വോട്ട് ചോർച്ച ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഈ സംസ്ഥാനത്ത് നടക്കുന്ന വേറെ സംഭവം കൂടി, താങ്കൾ നേരത്തെ ഒരു മുൻമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഈ ഉമർ ഫൈസി ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. CPM-ന്റെ ജനറൽ സെക്രട്ടറി തന്നെ അത്തരം കാര്യങ്ങൾ എതിർത്ത് സംസാരിക്കുന്നു. അതുകൂടാതെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അതിനെ സമസ്തയുടെ നിലപാടല്ലെന്ന് പറയുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ സമസ്തയിൽ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ തന്നെ ഇത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതിലൂടെ എന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ? അല്ല, അത് മുൻകാലങ്ങളിലൊക്കെ അതേപോലെ ഉണ്ടായിട്ടുണ്ട്. സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സമസ്തയുടെ നേതാക്കന്മാരാണ്, ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവരല്ല. അപ്പൊ അതാണ് സമസ്തയുടെ നേതാക്കന്മാർ വല്ലതും പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളത് എടുക്കാനുള്ളതുള്ളൂ. അതല്ലാതെ മറ്റുള്ള ഉമർ ഫൈസി പറഞ്ഞതോ അല്ലെങ്കിൽ അമ്പലക്കടവ് പറഞ്ഞതോ ഒന്നല്ല ശരി എന്നതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും വലിയ പ്രതീക്ഷയാണ്. ഒന്നാം ഘട്ട പ്രചരണമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. UDF-നെ ഒരിക്കലും കൈവിട്ടു പോകാത്ത, അതായത് അത്രയും പ്രതീക്ഷയുള്ള ഈ മങ്കടയിലെ ജയിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകരും എല്ലാ നേതാക്കളും പറയുന്നത്. അതിനപ്പുറം ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നു. ഏതായാലും ഇപ്പോൾ നേരത്തെ CPM-ന്റെ ഒരു നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ എന്താണ് വികസനം, ഇവിടെ നടക്കാത്ത വികസനങ്ങളാണ് ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ നടക്കാത്ത വികസനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കുറെ നടന്ന 528 കോടിയുടെ വികസനങ്ങൾ താങ്കൾ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നടക്കാത്ത വികസനങ്ങൾ എന്ന് അവർ പറയുന്നത് എന്തായിരിക്കും? നടക്കാത്ത വികസനം എന്ന് പറഞ്ഞാൽ അവർ ഫണ്ട് തരുന്നില്ല, അവർ ഒബ്ജക്ട് ചെയ്യുന്ന, അവർ നിർബന്ധമായിട്ട് ഒഴിവാക്കുന്ന നമ്മളെ മെയിൻ ആയിട്ടുള്ള നമ്മളെ ആരോപിക്കതിന് ശേഷം നമ്മൾ ബൈപ്പാസ് ഉദ്ദേശിച്ചിരുന്നു. ആ ബൈപ്പാസിന് അവർ ഫണ്ട് തന്നില്ല. ഞങ്ങൾ പല പ്രാവശ്യം ഇതിനെപ്പറ്റി ആവശ്യപ്പെട്ടതാണ്. അവരുടെ നേതാവ് പാലോളി പോയി, വിജയരാഘവൻ പോയി, അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ശ്രീരാമകൃഷ്ണൻ തുടങ്ങി എല്ലാ ആൾക്കാരും, ശശികുമാർ ഒക്കെ പോയിട്ട് അത് ആവശ്യപ്പെട്ടിട്ട് അത് നടക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് അവരുടെ തകരാറുണ്ട്.
ഇപ്പോൾ ആറോബിയുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് ആളുകളുടെ അഭിപ്രായം കൊടുത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പാലം ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് കടന്നു പോകാം. നേരത്തെ ആയിരുന്നെങ്കിൽ ഇതിൽ കൂടി കടന്നു പോകണതിനെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റില്ല. അതാണ് സത്യം. ശരിയാണോ? അതാണ് സത്യം. പാലുണ്ടായതുകൊണ്ട് കടന്നു പോകാം. പിന്നെ മാത്രമല്ല അവിടെയുള്ള തിരക്ക് ആ ജംഗ്ഷനില്ല, മുകളിലുള്ള ജംഗ്ഷനില്ല. അതിനുള്ളൊരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ചെയ്തിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലേ. ഏതായാലും ഇദ്ദേഹത്തിന് കുറെ കാര്യങ്ങളൊക്കെ ദീർഘവീക്ഷണത്തിലും അദ്ദേഹം നേരത്തെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും വിജയം അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. UDF പ്രവർത്തകർ ഇനി ഇലക്ഷൻ ചൂട് ഒന്നുകൂടി കൂടുകയല്ലേ. ഇനിയിപ്പോൾ ഏതായാലും വിജയപ്രതീക്ഷ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അതുപോലെ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നടക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. ഓക്കെ, താങ്ക് യു. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.